ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു ഫോട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോട്ടോനെ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോട്ടോയെ നമ്മൾ കൂടുതലായിട്ടും കട്ട് ചെയ്യുന്ന പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഈ ഒരു പെൻ ടൂൾ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹെയറിന്റെ പോർഷനൊക്കെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അതായത് എത്ര നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഹെയറിന്റെ പോർഷൻ നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പം ഇതിനൊരു സൊല്യൂഷനായിട്ട് നമ്മൾ റിഫൈൻ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫോട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഫോട്ടോഷോപ്പിനകത്തുണ്ട്. നമ്മൾ അതിനകത്ത് റിഫൈൻ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് റിഫൈൻ എഡ്ജ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിനകത്ത് ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇമേജിനകത്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോയുടെ നമുക്ക് കട്ട് ചെയ്യേണ്ട പോർഷൻസ് സെലക്ട് ചെയ്യണം. അതിന് മുൻപായിട്ട് ഞാനിവിടെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ലെയറിനകത്ത് വൈറ്റ് കളർ ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഓൾട്ട് ബാക്ക് സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ കളർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെയറിനെ ഞാൻ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഇമേജിനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്താണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് കളർ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ലെയർ സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ക്വിക്ക് സെലക്ഷൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടൂൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു പോർഷനെല്ലാം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സെലക്ഷൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടെ ഹെയർ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് റിഫൈൻ എഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയൊരു പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഓപ്ഷൻ ബാറിൽ വന്നതിന് ശേഷം റിഫൈൻ എഡ്ജിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റിഫൈൻ എഡ്ജ് ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ മോഡ് ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള വ്യൂസ് കാണാവുന്നതാണ്. അതായത് ഈ ഒരു ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ ഒറിജിനൽ വ്യൂ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഓവർലേ ഉണ്ട്, ഓൺ ബ്ലാക്ക് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് വ്യൂ ഉണ്ട്. നമുക്കൊരു വൈറ്റ് വ്യൂ ആണ് ആവശ്യമുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വ്യൂ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അടുത്തായിട്ട് വന്നിട്ടുള്ളത് എഡ്ജ് ഡിറ്റക്ഷൻ ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് സ്മാർട്ട് റേഡിയസ് അതുപോലെ റേഡിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് റേഡിയസ് കൂടി ടിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ എഡ്ജിൽ വരുന്ന റേഡിയസ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് റേഡിയസ് ഒരു 5.8 മതി. അതിനുശേഷം ഇവിടെ സ്മൂത്ത് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സ്മൂത്തിൽ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഡ്ജിൽ വരുന്ന ഒരു സ്മൂത്ത്നെസ്സും അഡ്ജസ്റ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് 0 മതി. അതുപോലെ ഇവിടെ ഫെദർ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫെദർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡ്ജിൽ വരുന്ന ഫെദറും ഇൻക്രീസ് ആവുന്നതാണ്. ഈ ഒരു ഫെദറൊക്കെ എന്താണെന്ന് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഡ്ജിൽ ഇതിൻ്റെ ഷാർപ്നെസ് ഇൻക്രീസ് ആവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന പോർഷൻ കൂടുതൽ ഷാർപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് 0 തന്നെ കൊടുത്താൽ മതി. അടുത്തായിട്ട് വരുന്ന ഷിഫ്റ്റ് എഡ്ജാണ്. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് എഡ്ജിനകത്ത് വാല്യൂ മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെലക്ഷൻ്റെ ഏരിയ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് നമ്മുടെ സെലക്ഷനെ കുറച്ചുകൂടി ഇത് മൈനസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഷിഫ്റ്റ് എഡ്ജിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സെലക്ഷൻ്റെ ഏരിയ കൂടുതലായിട്ട് വരും നിങ്ങൾക്ക് കാണാം. അതായത് നമ്മുടെ ഒരു സെലക്ഷൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുറച്ചുകൂടി കയറി വരുന്നതാണ്. ഇത് നമുക്ക് 0 തന്നെ മതി. അടുത്തായിട്ട് വരുന്ന ഔട്ട്പുട്ട് ഓപ്ഷനാണ്. ഇവിടെ ഡീകണ്ടാമിനേറ്റ് കളേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹെയറിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ നഷ്ടപ്പെടുത്തില്ല. ആ ഒരു ഒറിജിനാലിറ്റി അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഡീകണ്ടാമിനേറ്റ് കളേഴ്സിനകത്ത് വാല്യൂ അല്പം ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്ത സമയത്ത് ഇവിടെ ഇമേജിനകത്ത് അത് ഫീൽ ചെയ്യില്ല. നമ്മളിവിടെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കത് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ഔട്ട്പുട്ടാണ് വേണ്ടതെന്നാണ്. അതായത് നമുക്ക് ഈ ഒരു ഇമേജ് കട്ട് ചെയ്തതിന് ശേഷം ഒരു പുതിയ ലെയറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് ഉണ്ട്, ന്യൂ ഡോക്യുമെൻ്റ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ടൂൾ കാണാം. അതായത് നമ്മൾ ഈ ഒരു ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹെയറിൻ്റെ പോർഷനെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബ്രഷിൻ്റെ സൈസ് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന പോലെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാനിവിടെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹെയറിൻ്റെ പോർഷൻ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയെല്ലാം ഹെയർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയെല്ലാം ഈ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ഞാൻ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ഹെയറിൻ്റെ പോർഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ബ്രഷ് ചെയ്ത സമയത്ത് ഈ ഒരു ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ട് കളർ റിമൂവ് ആയിട്ട് ഈ ഒരു ഹെയർ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടൂൾ വളരെ സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഓൾറെഡി തന്നെ ആവശ്യമുള്ള റേഡിയസ് അതുപോലെ തന്നെ ഡീകണ്ടാമിനേറ്റിനകത്ത് നമ്മൾ ആവശ്യമുള്ള വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഔട്ട്പുട്ട് സെലക്ട് ചെയ്ത് ന്യൂ ലെയറിലേക്കാണ്. അപ്പോൾ നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സെറ്റിംഗ്സ് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റിഫൈൻ എഡ്ജ് അപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റിഫൈൻ എഡ്ജ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ ലെയറും അതുപോലെ തന്നെ ഒറിജിനൽ ഇമേജും അല്ലാതെ മറ്റൊരു ലെയർ കൂടി വന്നിട്ടുണ്ട്. ആ ഒരു ലെയറിനകത്താണ് ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ടുള്ള ആ ഒരു ഇമേജ് പ്ലേസ് ആയിട്ടുള്ളത്. നമ്മൾ റിഫൈൻ എഡ്ജിൽ ഔട്ട്പുട്ട് ഓപ്ഷനകത്ത് ന്യൂ ലെയർ ആണ് സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ന്യൂ ലെയറിനകത്തേക്ക് ഈ ഒരു ഇമേജ് പ്ലേസ് ആയിട്ടുള്ളത്. അതുപോലെ നമ്മളിവിടെ മുൻപ് വൈറ്റ് കളർ കൊടുത്തിട്ടുള്ള ആ ലെയറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് കളറുകളും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിഫൈൻ എഡ്ജ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇമേജുകളൊക്കെ ആണെന്ന് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.